ഇനി നമുക്ക് ഈ ഒരു തെരഞ്ഞെടുപ്പ് വിശേഷങ്ങളിൽ നിന്നൊക്കെ മാറി നിന്നാൽ ഒരു വീട്ടുകണക്കിലേക്ക് പോകാം. വി.ഡി. സതീശന്റെ വയനാട്ടിലെ വീട്ടുകണക്കാണ്. നമുക്കറിയാം, മുണ്ടക്കൈയിൽ ദുരന്ത ബാധിതർക്കായി സർക്കാർ നിർമ്മിക്കുന്ന ടൗൺഷിപ്പ് അവസാന ഘട്ടത്തിലാണ്. അതിൽ തർക്കവും താമസവും ഒക്കെ ഉണ്ടായെങ്കിലും എല്ലാവർക്കും വീട് ഒരുങ്ങുന്നു എന്നുള്ളത് ആശ്വാസകരമായിട്ടുള്ള സന്തോഷകരമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇതാ സതീശൻ പുതിയ 300 വീടുമായി വരികയാണ്. കർണാടക കോൺഗ്രസ് പ്രഖ്യാപിച്ച 100 വീട്, രാഹുൽ ഗാന്ധിയുടെ 100 വീട്, ലീഗിന്റെ 100 വീട്, സർക്കാർ ഗുണഭോക്താക്കളെ കണ്ടെത്തി വീട് പണിഞ്ഞു തുടങ്ങിയ സ്ഥിതിക്ക് ആരാണ് സതീശൻ ഈ പറയുന്ന വീടിന്റെ ഗുണഭോക്താക്കൾ എന്നുള്ളതാണ് ഉയർന്ന ചോദ്യം. എവിടെയാണ് ഈ വീടുകൾ വരുന്നത്? ഈ വിചിത്രവാദം ഇതൊരു വിചിത്രവാദമാണോ? ഇത് ആശയക്കുഴപ്പം ഉണ്ടാക്കുന്നില്ലേ? ഉണ്ടോ? കോൺഗ്രസ് വാഗ്ദാനം വിശ്വസിക്കാമോ ഇല്ലയോ എന്നതാണ് നമുക്ക് അറിയേണ്ടത്. അതിപ്പോൾ നമ്മൾ ചോദിച്ചറിയുന്നത് വയനാട്ടുകാരോട് തന്നെയാണ്. അപ്പോൾ ലിനറ്റാണ് വയനാട്ടുകാരോട് ഇക്കാര്യം ചോദിച്ചറിയുന്നത്. ലിനറ്റിനോട് അവർ എന്താണ് പറഞ്ഞത് എന്ന് നോക്കാം. ചൂരന്മല മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്തബാധിതർക്കായി സർക്കാരിന്റെ നേതൃത്വത്തിൽ പണിയുന്ന ടൗൺഷിപ്പിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം അടുത്ത മാസമാണ് ഇതിന്റെ ഉദ്ഘാടനമെന്ന് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചും കഴിഞ്ഞു. അതേസമയം തന്നെ ലീഗിന്റെ നേതൃത്വത്തിലുള്ള 100 വീടുകളുടെ നിർമ്മാണവും ആരംഭിച്ചിട്ടുണ്ട്. എന്നാൽ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് പ്രഖ്യാപിച്ച 100 വീടുകളും യൂത്ത് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് പ്രഖ്യാപിച്ച 30 വീടുകളും ഇപ്പോഴും ബാക്കിയാണ്. ഈ നിർമ്മാണ പ്രവർത്തനം എന്ന് തുടങ്ങുമെന്ന് നമുക്ക് ചോദിച്ചു നോക്കാം. കോൺഗ്രസ് വളരെ ആക്റ്റീവായിട്ട് മറ്റു കാര്യങ്ങളൊക്കെ ഇപ്പോൾ വളരെ ക്വിക്കായിട്ടുള്ള കാര്യങ്ങൾ നടത്തുന്നുണ്ട്. അതേസമയത്ത് നേരത്തെയുള്ള ടൗൺഷിപ്പിൻ്റെ വർക്ക് വളരെ സ്പീഡായിട്ട് നടക്കുന്നുണ്ട്. ഇതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതായത് കോൺഗ്രസിൻ്റെ MLA പറഞ്ഞത് സ്ഥലത്തിൻ്റെ ചെറിയ വിഷയങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. എന്തായാലും കോൺഗ്രസ് ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെന്തായാലും ചെയ്തിരിക്കും. 100 വീട് അവർ തരും എന്നൊക്കെയാണല്ലോ പറഞ്ഞിട്ടുള്ളത്. തരുമായിരിക്കും, അങ്ങനെയൊക്കെയാണ് MLA ഒക്കെ പറഞ്ഞിട്ടുള്ളത്. കോൺഗ്രസ്സുകാർ ഇങ്ങനെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് പറയുന്നേ ഉള്ളൂ. അതിന് ചെറിയ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ചെയ്താലല്ലേ നമുക്കത് പൂർത്തീകരിക്കാൻ പറ്റുമെന്ന് പറയാൻ പറ്റുള്ളൂ. ഇത് അടയ്ക്കൊന്നല്ലല്ലോ കുഴിച്ചിട്ട് മുളച്ച് വരാനായിട്ട്. പ്രതീക്ഷ വെക്കാരണം ഇതുവരെ അങ്ങനെയൊന്നും കിട്ടിയായിരിക്കുമെന്ന് വിചാരിക്കുക. വാഗ്ദാനങ്ങൾ മാത്രമേ കൊടുക്കാറുള്ളൂ, ഒന്നും നടന്നു കണ്ടിട്ടില്ല ഇതിനായിട്ട്. പ്രതീക്ഷയല്ലേ മനുഷ്യനുള്ളത്. ഇനി സമയമുണ്ടല്ലോ. കോൺഗ്രസിന്റെ പുനരധിവാസ പദ്ധതി ആരംഭിക്കുമോ ഇല്ലയോ, അതിൽ പ്രതീക്ഷ വെക്കണോ വേണ്ടയോ എന്നുള്ള കാര്യങ്ങളിൽ സമ്മിശ്ര പ്രതികരണങ്ങളാണ് നമുക്ക് വയനാട്ടിൽ നിന്ന് തന്നെ ലഭിച്ചത്. ക്യാമറമാൻ റിന്റുവിനോടൊപ്പം ലിനറ്റ് വർഗീസ്, ന്യൂസ് മലയാളം. കണക്കുകളൊന്നും അങ്ങോട്ട് ശരിയാവുന്നില്ലല്ലോ എന്ന് ചില ആളുകൾ ചോദിക്കുന്നുണ്ട്. എന്തായാലും വാഗ്ദാനം നൽകിയതല്ലേ, അത് നടപ്പാക്കും എന്ന് ശുഭപ്രതീക്ഷയോടെ ഇരിക്കുന്ന ആളുകളും ഉണ്ട്.